ഹലോ, നമുക്ക് നല്ല ടേസ്റ്റുള്ള മാങ്ങ അച്ചാർ ഉണ്ടാക്കി. മാങ്ങ ചെറിയ പീസാക്കിയിട്ട് പിന്നെ അതിലേക്ക് അച്ചാറപ്പൊടിയും പിന്നെ ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ ഇന്നലെ രാത്രി മിക്സ് ചെയ്ത് വെച്ചതാട്ടോ. എന്നിട്ട് പിന്നെ ഒരു ഫ്രൈ പാനിൽ ഉലുവ കുറച്ച് പിന്നെ കടുകും കുറച്ചിട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് അത് പൊടിച്ച് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ അതേ സെയിം പാത്രത്തിൽ തന്നെ നല്ലെണ്ണ ഒഴിക്കുക. പിന്നെ എന്നിട്ട് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ചതച്ചത് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെയിം ഇഞ്ചി വെളുത്തുള്ളിയും തന്നെ നന്നായിട്ട് കട്ട് ചെയ്തത് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് രണ്ടും കുറച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് പച്ചമുളക് ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുള്ളേ. പച്ചമുളക് എടുത്തിട്ട് കാശ്മീരി മുളക് പൊടിയായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല പോയി ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ട് എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച മാങ്ങയില്ലേ, ചെറിയ പീസാക്കി കട്ട് ചെയ്ത മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ സൈഡും എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ അച്ചാർപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചില്ല ഉലുവയും കടുകും പൊടിച്ചത് അതും ചേർക്കുക. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ അതിൽ ലാസ്റ്റ് ഇട്ടത് നമ്മളെ ഉണക്കച്ചെമ്മീനില്ല, അത് നന്നായിട്ട് വറുത്ത് പൊടിച്ചിരുന്നു. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് പൊടിച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇതാണ് മാങ്ങൻ്റെ അച്ചാർ. അപ്പോൾ പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വിനെഗർ വീണ്ടും ആഡ് ചെയ്യാം ഞങ്ങൾക്ക്.